പ്രൈസറോ കർത്താവിൻ്റെ ഏതുപരിസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനിന്ദിക്കുക ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 30-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുവാനും ചേർന്നിരിക്കുവാനും ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും ഐക്യതയുടെയും സ്നേഹത്തിൻ്റെ ഒരു അനുഭവം, പുതിയ നിയമ സഭയുടെ ബന്ധം ആത്മാവിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുവാൻ കഴിയുന്ന നിലയിൽ ദൈവം നമ്മെ പണിതെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസറോ. അപ്പം വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കുമ്പോൾ ഭൂമിയിൽ ചെറിയ ജന്തുക്കളിൽ ഹല്ലേലൂയ ജ്ഞാനമുള്ളവ എന്ന് നമ്മൾ പറയുന്നതിൽ ആമേൻ ജ്ഞാനമുള്ള ജന്തുക്കൾ 3-ാമത്തെ പട്ടികയിൽ വരുന്നതാണ് വെട്ടുക്കിളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മകളെ, കോടാനുകൂടി ജീവജാലങ്ങളെ ദൈവം ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട്. അവയെല്ലാത്തിനെ കുറിച്ചും ദൈവത്തിന് നല്ല പദ്ധതിയും പ്ലാനും, എല്ലാത്തിൻ്റെയും വിവരങ്ങൾ, എല്ലാത്തിൻ്റെയും കാര്യാദികളെ നോക്കുകയും നിയന്ത്രിക്കുകയും എല്ലാത്തിനും വേണ്ടുന്ന ജ്ഞാനം കൊടുക്കുന്നതും എല്ലാം ദൈവമാണ്. അപ്പം വെട്ടുക്കിളിക്ക് പോലും അതിൻ്റെതായ ജ്ഞാനം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്, ദൈവം എത്ര വലിയ സർവ്വജ്ഞാനിയാണ് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം ജ്ഞാനമുള്ളവ എന്ന പട്ടികയിൽ 3-ാമതായി വരുന്നത് വെട്ടുക്കിളിയാണ്. അവയെക്കുറിച്ച് ജ്ഞാനി ഹല്ലേലൂയ പറയുന്നത് വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു എന്നുള്ളതാണ്. പ്രൈസറോ. നാം ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന സകലത്തിനും അതിന് ലീഡറുണ്ട്. കാട്ടിൽ തന്നെ മൃഗങ്ങൾക്ക് രാജാവായി സിംഹമുണ്ട്. ഹല്ലേലൂയ. തേനീച്ച നോക്കിയ റാണിയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിവിധ നിലകളിൽ എല്ലാ പക്ഷിപർവ്വജാതികളെ നോക്കിയാലും മൃഗജാലങ്ങളെ നോക്കിയാലും അതിലെല്ലാത്തിനും ഒരു ലീഡറുണ്ട്. പ്രൈസറോ. മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കിയാലും മനുഷ്യനും ഹല്ലേലൂയ മനുഷ്യനെ നിയന്ത്രിക്കാനും ഒരു രാജകീയമായ ഒരു പദവി, ഒരു ലീഡർ ഉണ്ട്. അത് ഭൂമിയിലുണ്ട്, ആത്മീയമായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എല്ലാത്തിനും ഹല്ലേലൂയ അവയെ നോക്കി നടത്തുവാൻ വേണ്ടുന്ന ഹല്ലേലൂയ ഒരു ലീഡറുണ്ടായിരിക്കും. അപ്പം തേനീച്ചക്കൂട്ടിലുള്ള മുഴുവൻ തേനീച്ചകളും അതിനെ നടത്തുന്നത് ആ തേനീച്ച റാണി, അതിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റീച്ചകളെല്ലാം നിൽക്കുന്നത്. അല്ലേ? അതുപോലെ ഉറുമ്പുകൂടിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഉറുമ്പുകൂടിനെ നയിക്കുവാൻ ഒരു രാജാവ് കാണും. ഉറുമ്പിന് ഒരു നേതൃത്വമുണ്ട്. പ്രൈസോ. അപ്പം വെട്ടുക്കിളി എന്ന് പറയുമ്പോൾ ഒരു സ്തോത്രം, അതിനൊരു രാജാവില്ല. അപ്പം ഭൂമിയിലുള്ള സകല മൃഗങ്ങൾക്കും, ഉറുമ്പുകൾക്കും, മൃഗങ്ങൾക്കും, അതുപോലെ തന്നെ ആനക്കൂട്ടങ്ങൾക്കും എല്ലാം സ്തോത്രം ഒരു രാജാവുണ്ട്. ഇവയ്ക്കെല്ലാം ഓരോ തലവന്മാരുണ്ടെന്ന് ചിന്തിക്കണം. പ്രൈസോ. അപ്പൊ സിംഹങ്ങൾ കൂട്ടം കൂട്ടമായി വേട്ടയാടുവാനായി പുറപ്പെടും. അല്ലെങ്കിൽ ലഭിക്കുന്നത് മൊത്തമായിട്ടൊരു പങ്കിടും. അങ്ങനെ എല്ലാ മൃഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവം ഈ വെട്ടുക്കിളിയെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. വെട്ടുക്കിളിയെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ്. മനുഷ്യനെ ദൈവം ഭൂമിയിലാക്കി വെച്ച് ഭൂമിയിലുള്ള സകലത്തിനേക്കാളും ശക്തിയേറിയ അനുഭവം തന്ന്, ബലം തന്ന്, ജ്ഞാനം തന്നുമേ നിറച്ചിരിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടവരാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തെ ഭയപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ലീഡറുള്ളതുപോലെ ദൈവജനത്തെ നടത്തുവാൻ, നയിക്കുവാൻ നമുക്കൊരു ആത്മീയ ലീഡർ, നമുക്കൊരു രാജാവുണ്ട്. ആ രാജാവാണ് രാജാവായിരിക്കുന്ന കർത്താവ്. അപ്പം നമ്മെ നടത്തുവാൻ രാജാവായിരിക്കുന്ന ദൈവമുണ്ട്. അപ്പം നമ്മളെ കർത്താവിനെ അനുസരിക്കണമെന്ന് ഈ വെട്ടുക്കിളിയിലൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുക. പ്രൈസറാണ്. ഇവിടെ ഇന്ന് ദൈവമില്ല എന്ന് പറയുന്ന അനവധി മൂഢന്മാർ പെരുകുകയാണ്. നിരീശ്വരവാദി, യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന അനവധി ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി അനവധി ഉപദേശങ്ങളുമായിട്ട്
പലരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ചിന്തിച്ചോണം അല്ലേരിയ. മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ ക്രിസ്തുവിന്റെ നാമത്തെ തകർത്ത് കളയാൻ, യേശുവിന്റെ നാമത്തെ നിന്ദിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ ഇല്ലായ്മയെ ശ്രമിച്ചാലും സകലത്തിന്റെയും രാജകീയ പദവി കർത്താവിനാണ്. പ്രൈസ്. സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കൊടിലൂട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല മനുഷ്യന്റെയും രാജാവ് എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ആർക്കും എന്നെ നിഷേധിക്കാൻ പറ്റത്തില്ല. പ്രൈസലോ അല്ലേലിയ. അപ്പൊ എല്ലാത്തിനും രാജാവുണ്ട്. പ്രൈസ്. അപ്പൊ സിംഹങ്ങൾ അല്ലേലിയ കൂട്ടമായി വേട്ടയാടി കിട്ടുന്ന ഇരയെ അവർ ഒന്നിച്ച് പങ്കിടുന്നു എന്ന് പറഞ്ഞതുപോലെ രാജാവായിരിക്കുന്ന കർത്താവ്, യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ നിറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കർത്താവിന് മുഖപക്ഷമില്ല. ആരെല്ലാം കർത്താവിനോട് ചേർന്ന് നടക്കുന്നോ, ചേർന്ന് വസിക്കുന്നുവോ, കർത്താവ് യേശു ക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ രാജാവായി ഹൃദയത്തിൽ നാം കർത്താവിനെ ഉൾക്കൊള്ളുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. പ്രൈസലോ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നാൽ വെട്ടുക്കിളികളെ വഴി നടത്തുന്നതിന് ഒരു രാജാവില്ല. അങ്ങനെയെങ്കിൽ അവയ്ക്ക് എങ്ങനെയാണ് ഒരേപോലെ അണിയണിയായി പുറപ്പെടുവാൻ സാധിക്കുന്നത്? ഒരു ചോദ്യമാണ്. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് പറക്കുന്നത് അണിയണിയായിട്ട്, കൂട്ടം വിട്ടു പോകാതെ, ചിതറിപ്പോകാതെ അണിയണിയായി ഒന്നിനു പുറകെ ഒന്നായിട്ട് പറക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം പുറപ്പെടുവാൻ ഇതെങ്ങനെ ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാലുകളിൽ ചിറകുകൾ ഉരസുന്നത് കൊണ്ട് ഏർപ്പെടുന്ന ശബ്ദത്തിൽ ഹല്ലേലൂയ ആ ശബ്ദം മൂലം ഓരോന്നും പരസ്പരം അറിയുന്നു. അങ്ങനെ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒന്നുപോലെ പുറപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം വെട്ടുക്കിളിയുടെ ചിറകുകളുടെ കാലുകളിൽ ഉരസുമ്പോൾ ശബ്ദങ്ങളുണ്ടാകും. അങ്ങനെ കൂട്ടമായി വെട്ടുക്കിളികൾ പറക്കുമ്പോൾ അതിന്റെ ചിറകുകൾ വെട്ടുക്കിളിയുടെ കാലിന്മേൽ ഉരസുമ്പോൾ വെട്ടുക്കിളി കൂട്ടത്തിന്റെ ആ കാലുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണ് അതിനെ അണിയണിയായി മുന്നോട്ട് നടത്താൻ കാരണം. പ്രൈസലോ. അപ്പം ദൈവം എല്ലാത്തിനും ഒരു ജ്ഞാനമാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവില്ലെങ്കിൽ അവരെത്ര ഐക്യതയോടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഐക്യമത്യം എന്ന് പറയുന്ന ജ്ഞാനം കർത്താവിന് കൊടുത്തിരിക്കുക. ഐക്യം എന്ന് പറയുന്ന ജ്ഞാനം ഹല്ലേലൂയ വെട്ടുക്കിളികൾക്കും ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെതായ ആഹാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. കടലിലെ സകല മത്സ്യങ്ങൾക്കും ദൈവം അതതിൻ്റെതായ ഭക്ഷണം കൊടുക്കുന്നു. കാട്ടിലെ സകല മൃഗങ്ങൾക്കും, നാട്ടിലുള്ള മൃഗങ്ങൾക്കും പക്ഷിപർവ്വജാതികൾക്കുമെല്ലാം അതിൻ്റെതായ ആഹാരം കൊടുക്കുന്നു. ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അങ്ങനെ ദൈവ സകലത്തെ അറിയുന്നെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാധനം സൃഷ്ടിച്ച മനുഷ്യനെ ഒരിക്കൽ പോലും ദൈവം മറന്നു പോകാതെ സകലരെ ഒരുപോലെ സ്നേഹിക്കുന്നു, സകലർക്കും ഒരുപോലെ കരുതുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ 1 പത്രോസിന്റെ 5:7 വരുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുന്ന പത്രോസ് പറയാൻ കാരണം നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾ കരുതിയില്ലെങ്കിലും, ബന്ധുക്കൾ കരുതിയില്ലെങ്കിലും, സന്തത സഹചാരികളും കൂട്ടുകാരും ഉറ്റവരും ഉടയരും കരുതിയില്ലേ, അപ്പനമ്മമാർക്ക് കരുതിയില്ലെങ്കിലും, ഹല്ലേലൂയ, നമ്മുടെ ഭരണ സംവിധാനങ്ങളൊന്നും നമുക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് അനുഭവിച്ചറിഞ്ഞ് രാത്രി മുഴുവൻ കടലിൽ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ വന്നപ്പോൾ പത്രോസ് പറയുന്നൊരു ഭാഗമുണ്ട്. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞ് കടലിന്റെ ആഴങ്ങളിലേക്ക് വല വീശി കഴിഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം പത്രോസിന്റെ വലയിലകപ്പെട്ടു. ഹല്ലേലൂയ. ആ പത്രോസാണ് പിന്നത്തെ ഇതിൽ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുന്നു. പകലെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ കഷ്ടതയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെയുണ്ട്. അതിൻ്റെ നടുവിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരുമ്പോഴാണ് ഹല്ലേലൂയ നിങ്ങൾക്ക് കർത്താവിനെ രാജാവായിട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അപ്പം വെട്ടുക്കിളിക്ക് ഇത്രമാത്രം ജ്ഞാനം കൊടുത്തെങ്കിൽ നമ്മൾ വെട്ടുക്കിളി അല്ല നമ്മൾ ചിന്തിക്കണം. വെട്ടുക്കിളിയേക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ, ദൈവജനം എന്ന് പറയുന്നത്. അപ്പം നമ്മെ ഐക്യതയോടെ നടത്തുവാൻ, സ്നേഹത്തോടെ നടത്തുവാൻ, ആത്മാവിൻ്റെ ഫലത്തോടെ നടത്തുവാൻ ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൻ്റെ ഫലത്താൽ നിറഞ്ഞ് യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിലേറെ സംഭവിക്കാം, പ്രതിസന്ധികളേറെ സംഭവിക്കാം. എങ്കിലും നാം ദൈവത്തിനകന്നു പോകാതെ നാം ദൈവത്തിലേക്ക് കടന്നു വന്ന് യേശുവിനെ രാജാവായി സ്വീകരിക്കണം. രക്തം ചെയ്യും. ഒരേ ഒരു രാജാവ് മാത്രമാണ്. കേരളത്തിന് മാത്രമല്ല, ഭാരതത്തിന് മാത്രമല്ല, ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കും 7 ഭൂഖണ്ഡങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിന്, സകല സർവാധികാരികൾക്കും, സകല ജനത്തിനും, സകല പക്ഷിമൃഗജാതികൾക്കും, ഇഴജാതികൾക്കും, കടലിലും കരയിലുമുള്ള സകലത്തിലും, ആകാശമാർഗം സഞ്ചരിക്കുന്ന സകലത്തിനും ഒറ്റ രാജാവ്, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, രാജാതിരാജാവായ കർത്താവ്. ഹല്ലേലൂയ. ആ യേശുവിനെയാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്, യേശുവിനെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ജീവിതത്തിൽ യേശുവിനെ രാജാവായി സ്വീകരിക്കുന്നെങ്കിൽ, അവനെ രക്ഷകനായി സ്വീകരിക്കുന്നെങ്കിൽ, വീണ്ടെടുപ്പുകാരനായി സ്വീകരിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ആകുലതകളെ നീക്കി, നിന്റെ മാനസികമായ വിഷാദങ്ങളെ നീക്കിക്കളഞ്ഞ്, ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളെ മാറ്റിയിട്ട് അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താകുലം മുഴുവൻ അവൻ്റെ വീട്ടുകൊള്ളണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സങ്കീർത്തനം 55:22 വായിക്കും കാണുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. അവൻ നിന്നെ പുലർത്തും, യഹോവ നിന്നെ പുലർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ സകല ഭാരങ്ങളും നിങ്ങൾ ദൈവത്തിൽ വെക്കണം. ഹല്ലേലൂയ. യഹോവ നിങ്ങളെ പുലർത്തും. നീതിമാൻ കുരുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ല നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും, അവയെ മുമ്പിൽ നിന്ന് നിയന്ത്രിക്കുവാൻ ആരുമില്ലെങ്കിലും, അതിൻ്റെ ചിറകിന്മേൽ നിന്ന് ചിറക് അടിച്ചുയരുമ്പോൾ അതിൻ്റെ കാലുകളിൽ അടിക്കുന്ന ശബ്ദം കൊണ്ട് മറ്റ് വെട്ടുക്കിളിൽ ഐക്യതയോടെ പറക്കുന്ന പോകുമ്പോൾ, അങ്ങനെ ഐക്യതയോടെ പോകുന്ന വെട്ടുക്കിളിക്ക് പോലും ആഹാരം ഒരുക്കുന്ന ദൈവം, ഭക്ഷണം ഒരുക്കുന്ന ദൈവം. അല്ലെങ്കിൽ നമ്മോട് പറയുന്നത്, നിന്റെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന ബാധ്യതകൾ, കടക്കടികൾ, ഞെരുക്കങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ, നിരാശപ്പെടുന്ന അനുഭവങ്ങൾ ഏതുമാകട്ടെ, അല്ലേലി അതിന് മുമ്പിൽ നീ തകർന്നു പോകാതെ ജ്ഞാനത്തോടെ നിന്നെ നടത്തുവാൻ കഴിയുന്നൊരു യേശു ഉണ്ടെന്ന് തിരിച്ചറിയണം. രക്തം ചെയ്യണം. അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്കറിയാം, സ്തോത്രം, ആമേൻ. വെട്ടുക്കിളി എന്താണ്? തന്റെ കാലുകളിൽ ചിറകുകൾ ഉരസുന്നതിനാൽ ഏർപ്പെടുന്ന ശബ്ദത്താൽ മൂലം ഓരോന്നും അറിയുന്നു, എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒന്നുപോലെ പുറപ്പെടുന്നു. ഐക്യമത്യമെന്ന ജ്ഞാനം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ വെട്ടുക്കിളിയെ കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം വരുമ്പോൾ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മോശ തന്റെ വടി മിസ്രയീം ദേശത്തിൽ നീട്ടി, യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. പ്രഭാതം ആയപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്ന്, ഹല്ലേലൂയ, മിസ്രയീമിന്റെ അതിർത്തിക്കകത്തൊക്കെയും, ഹല്ലേലൂയ, അനവധിയായി വീണു, ഹല്ലേലൂയ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വെട്ടുക്കിളിയെ കുറിച്ച് അവിടെ പറയുമ്പോൾ മനസ്സിലാക്കുന്നത്, വെട്ടുക്കിളിയുടെ ഭയാനകമായ ആക്രമണം മിസ്രയീമില്, ഹല്ലേലൂയ, വെട്ടുക്കിളിയുടെ ഭയാനകമായ ആക്രമണം മിസ്രയീമിൽ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ ഫറവോന്റെ ഭൃത്യന്മാരിൽ, ഫറവോന്റെ അനുയായികളിൽ ഒരു വിഭാഗം ഭയന്ന് ഇസ്രായേൽ മക്കളെ വിട്ടയക്കണമെന്ന് തങ്ങളുടെ യജമാനായിരിക്കുന്ന ഫറവോനോട് പറയുക. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു കൂട്ടം ജനം ഭയപ്പെട്ടു. ഫറവോന്റെ സൈന്യം ഒരു കൂട്ടം ജനത്തിന് ഒരു ഭയപ്പാട് നിൽക്കുക. അപ്പം ഭയത്തോടുകൂടെ നിന്ന ജനം പറയുകയാണ്, ഇസ്രായേൽ മുഖാന്തരം വെട്ടുക്കിളിയുടെ കഠിനമായ ആക്രമണത്തിൽപ്പെടും, അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം പറഞ്ഞപ്പോൾ ഫറവോൻ അത് അവരെ ആ ഒത്തുതീർപ്പിന് വഴങ്ങാതെ, അതിന് വേണ്ടതുപോലെ വില കൊടുക്കാതെ, ഹല്ലേലൂയ, ആ വ്യവസ്ഥ ഭാഗികമായി, ഹല്ലേലൂയ, താൻ ചിന്തിച്ചതുപോലെ അത് അംഗീകരിക്കാതെ പോയതുപോലെ തൻ്റെ ഹൃദയം കഠിനമായപ്പോൾ എന്ത് ചെയ്തു?
വെട്ടുക്കിളി ബാധ മിസ്രൈമിൽ വന്നു. ഹല്ലേലൂയ. എന്നിട്ട് വെട്ടുക്കിളിയുടെ ആക്രമണം എത്രയും ഭീകരമായിരുന്നു. വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ഇലയും പൂക്കളും ഫലങ്ങളും നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കുന്ന ജീവികളായിരുന്നു വെട്ടുക്കിളി. അപ്പം ദൈവകൽപ്പന വന്നപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന വന്നപ്പോൾ, ദൈവത്തിന്റെ നിയോഗം വന്നപ്പോൾ, ഫറവോന്റെ ഹൃദയം കഠിനമായപ്പോൾ, ദൈവത്തിന്റെ നിയോഗങ്ങൾ, ദൈവത്തിന്റെ ആലോചന സ്വീകരിക്കാതെ വന്നപ്പോൾ, ഇസ്രായേലത്തെ ആരാധിപ്പാൻ വിട്ടയക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവം മിസ്രയീമിൽ വെട്ടുക്കിളി അയക്കുക. വെട്ടുക്കിളി വന്ന അവിടെ സകല വൃക്ഷങ്ങളും വൃക്ഷലതാദികളും സകല സസ്യങ്ങളും അതിൻ്റെ ഇലകളും പൂവുകളും അതിൻ്റെ ഫലങ്ങളും നിമിഷ നേരം കൊണ്ട് തിന്നുകളാനും. പ്രൈസോ. അപ്പം വെട്ടുക്കിളി എന്ന് പറയുമ്പോൾ ദൈവം മിസ്രയീമിൽ അയച്ച ഒരു ബാധയും കൂടാ. എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, നിങ്ങൾ ദൈവസനെ വിശ്വസ്തയോടു കൂടി നിന്നാൽ, ഉറപ്പോടുകൂടി നിന്നാൽ, നിന്നെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. 1-ാം ലോകമയുദ്ധം 2-ാം ലോകമയുദ്ധത്തിലാണ് തോന്നുന്നു. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്നത്തെ പോലെ ആയുധങ്ങളൊന്നും അന്ന് ഇസ്രായേലിനില്ല. അല്ലേ? ഇസ്രായേലിന് പരാജയപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം വലിയൊരു തേനീച്ചക്കൂട്ടത്തെ അയച്ചു. ആ തേനീച്ചക്കൂട്ടം എന്ത് ചെയ്തു? ഇസ്രായേലിനെതിരെ നിന്ന ശത്രുക്കളുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ ശത്രുക്കൾ ചിതറി ഓടിയെന്ന വായിക്കാൻ കഴിയുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിനക്ക് സംരക്ഷണം തന്നാൽ, ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിടിവിക്കുവാൻ ആരംഭിക്കുമ്പോൾ വെട്ടുക്കിളിയെ പോലെ നിനക്ക് ആ വെട്ടുക്കിളിയുടെ ആക്രമണം പോലെ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെതിരെ ദൈവം പ്രവർത്തിക്കുകയും അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടിവിക്കുകയും ചെയ്യും. വ്യക്തം ചെയ്യും. എല്ലാവരെയും ഇവിടെ നമുക്ക് ദൈവത്തിന് വായിക്കും കാണുന്നത്, ഈ വെട്ടുക്കിളി, ഇളം ചുവപ്പ് നിറമുള്ള വെട്ടുക്കിളികൾ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ചിലപ്പോൾ അവ ക്രമീകൃതമായി വർദ്ധിക്കാറുണ്ട്. അല്ലേ? പടപട ശബ്ദത്തോടെ വലിയ സംഘമായി വരുന്ന കോടിക്കണക്കിന് വെട്ടുക്കിളികൾ സൂര്യപ്രകാശത്തെ തടഞ്ഞ ദേശത്തെ മുഴുവൻ അന്ധകാരമാക്കുന്ന. അപ്പൊ ഈ വെട്ടുക്കിളി വരുമെന്ന് പറഞ്ഞെങ്ങനെയാ? 1, 2, 100, 500, 1000 ആയിട്ടല്ലേ വരുന്നേ? വെട്ടുക്കിളിയുടെ ഒരു കൂട്ടം വന്നാൽ ഒരു ദേശം മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ആ ദേശം മുഴുവൻ വെട്ടുക്കിളി വന്നു കഴിയുമ്പോൾ, വെട്ടുക്കിളി ആകാശത്തിൽ നിരന്നു കഴിയുമ്പോൾ സൂര്യപ്രകാശം പോലും ഭൂമിയിലേക്ക് കടന്നു വരാത്ത വിധത്തിൽ ഭൂമിയെപ്പോലെ ഇരുട്ടുകൊണ്ട് മറക്കി വന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:25 ഈ പുറപ്പാട് പുസ്തകം 10:13 വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസലോ. ആ ജീവിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ജ്ഞാനം എത്ര വലുതാണ് ദൈവം. അപ്പോൾ ഒരു വെട്ടുക്കിളി സംഘത്തിന്റെ ആക്രമണത്തെ കുറിച്ച് വിവരിക്കുകയാണ് ഇവിടെ. ജീവജാല സംരക്ഷകനായിരിക്കുന്ന ഐസിസ് ദേവതയുടെ മേലുള്ള ന്യായവിധിയായിരുന്നു വെട്ടുക്കിളി ബാധ എന്ന് പറയുന്നത്. മിസ്രൈമിൽ എന്താണ്? സ്തോത്രം. ജീവജാല സംരക്ഷക ഐസിസ് ദേവതയുടെ മേലുള്ള ന്യായവിധി ആയിട്ടാണ് ദൈവം മിസ്രൈമിൽ വെട്ടുക്കിളി അയച്ചത്. ഈശ്വരോ, ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഈ വചനത്തെ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും, വെട്ടുക്കിളിക്ക് പോലും ഇത്രമാത്രം ജ്ഞാനം കൊടുത്ത് മിസ്രൈമിൽ ഒരു ന്യായവിധിയുടെ ന്യായവിധിക്ക് വേണ്ടി ദൈവം 10 ബാധകൾ അയച്ച് അതൊന്ന് വെട്ടുക്കിളിയായി മിസ്രൈം ദേശത്തെ മുഴുവൻ ശൂന്യമാക്കിയെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. ഇസ്രായേലിനെ കരുതിയ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ദൈവം നിന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്ത് സ്തുതിക്കണം. എത്രയെത്ര അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ, കണ്ണുനീരുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ സമയം വരെ നിങ്ങൾ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നുപോയി, ഏതെല്ലാം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു. പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത വന്നിട്ടില്ലേ? പലപ്പോഴും നിങ്ങൾ തകർന്നു പോകുമെന്ന് ചിന്തിച്ചിട്ടില്ലേ? മരണം നിന്റെ കൺമുമ്പിൽ വന്നിട്ടില്ലേ? മരണത്തിന് വേണ്ടി നീ ആഗ്രഹിച്ച സമയങ്ങളില്ലേ? ഇനി വേണ്ട, ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളില്ലേ? പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ദൈവം നിന്നെ പരിപാലിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസലോ. അപ്പൊ ഇസ്രായേൽ മിസ്രൈമിൽ അടിമകളായിരിക്കുന്ന ഇസ്രായേലത്തിന്റെ കണ്ണുനീര് കണ്ട ദൈവം മോശയും അഹരോനെ അയക്കുക, എന്റെ ജനം എന്നെ ആരാധിപ്പാൻ വിട്ടയക്കണം. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനമാകുകയാണ്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന ഈ ലോക ജനത്തോട് പറയട്ടെ, ദൈവത്തെ ആരാധിക്കാൻ, ജീവനുള്ള ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ
ആമേൻ ജലത്തെ വിട്ട് നൽകാതെ നീ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്രൈമിലെ വെട്ടുക്കിളി ബാധ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രവൃത്തി അയക്കും. ഈ കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ പ്രവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊക്കെ ചെറുപ്രായത്തിൽ അതിന് ഓർക്കുന്നുണ്ട്, ചെറുപ്രായത്തില്ല അന്നൊക്കെ ഇങ്ങനെ കേട്ടു മലബാർ ദേശത്ത് വെട്ടുക്കിളി ഇറങ്ങിയെന്ന് പറഞ്ഞ് ഒരു സംസാരമുണ്ടായി. അന്ന് മാതാപിതാക്കളാണ് പറയുന്നത് വെട്ടുക്കിളി ഇറങ്ങി എല്ലാം നശിച്ചേ പോകുകയുള്ളൂ, എല്ലാവർക്കും മരണമാണ്. ആ കാലം വെട്ടുകിളിയെക്കുറിച്ച് വളരെ ഭയപ്പെട്ടു. പക്ഷേ ദൈവവചനത്തിലേക്ക് വന്നപ്പോഴാണ് വെട്ടുക്കിളിയെക്കുറിച്ചും അവയുടെ ജ്ഞാനത്തെക്കുറിച്ചും അവയിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും ഒക്കെ ബോധ്യമായത്. ഹല്ലേലൂയ. അത് നിനക്കെതിരെ കടന്നു വരുന്ന ദുഷ്ടശക്തികളെ തകർക്കുവാൻ ദൈവം വെട്ടുക്കിളിക്കൂട്ടത്തെ അയക്കുമെന്ന്. അത് ദൈവത്തിന്റെ ജ്ഞാനം. അതെങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ആ സംരക്ഷണം കിട്ടുന്നത് എന്ന് നീ അത് അനുഭവിച്ചറിയുമ്പോഴാണ് ഹല്ലേലൂയ രക്തം ചെയ്യും. നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ നിങ്ങളെ വിടുവിച്ച ദൈവമുണ്ട്. അത് നിങ്ങൾക്കൊരു രാജാവുണ്ട്. അപ്പം വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അവയെല്ലാം അണിയണിയായി പുറപ്പെടുന്നുണ്ടെങ്കിൽ അവയ്ക്ക് ദൈവം ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, നിനക്ക് മറ്റുള്ളവരുടെ ശ്രേഷ്ഠതകളൊന്നും ഇല്ല എന്ന് നീ പറയുന്നെങ്കിൽ പോലും നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടുന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള ജ്ഞാനത്തെ തന്നിട്ടുണ്ട്. പ്രൈസ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ആ ജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെടും. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും നമ്മൾ ദൈവത്തിന് വചനം വായിക്കുന്നത് വെട്ടുക്കിളി കാറ്റിന്റെ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വെട്ടുക്കിളി സഞ്ചരിക്കുന്നത് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ചാണ്. ഹല്ലേലൂയ. കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് വെട്ടുക്കിളി സഞ്ചരിക്കുന്നു. മിസ്രയീമിൽ വന്നത് ന്യായവിധി നടത്തിക്കൊണ്ട് വൃക്ഷങ്ങളുടെ സകല ഫലങ്ങളും നിലത്തിലെ സകല സസ്യങ്ങളും ഫലമുള്ളതെല്ലാം വെട്ടുക്കിളി തിന്നു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പം വെട്ടുക്കിളി എപ്പോഴും കാറ്റിന്റെ ദിശയിലൂടെയാണ് പറക്കുന്നത്. കാറ്റെന്നത് പരിശുദ്ധാത്മാവിനെയും കാറ്റിന്റെ ദിശ എന്നത് ദൈവവചനത്തെയും വെളിപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാറ്റ് അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെയും കാറ്റിന്റെ ദിശ എന്നത് അല്ലെങ്കിൽ ദൈവവചനത്തെ വെളിപ്പെടുത്തുകയാണ്. പ്രവേശനം. അതോടനുബന്ധമായി നാം ദൈവത്തിന് വചനം വായിക്കും കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കാറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയും ദിശ എന്ന് പറയുന്നത് വചനത്തെയും കാണിക്കുക. കാറ്റിഷ്ടമുള്ളത്തേക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നാം വീണ്ടും ജന്മം പ്രാപിക്കണം. ആത്മാവിനാലും വചനത്താലും നാം വീണ്ടും ജന്മം പ്രാപിക്കണമെന്ന് ദൈവാത്മാവ് പുതിയ നിയമത്തിലൂടെ നമുക്ക് ആലോചന തരികയാണ്. അല്ലെങ്കിൽ കാറ്റ് ഇഷ്ടമുള്ളത്തേക്ക് ഊതുന്നു എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിലും അല്ലെങ്കിൽ ഗ്രീക്കിലും ആത്മാവിനും കാറ്റിനും ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റിന്റെ ഉത്ഭവസ്ഥാനവും അവസാനിക്കുന്ന സ്ഥാനവും നമുക്ക് അറിഞ്ഞുകൂടാത്തത് പോലെയാണ് ആത്മാവിന്റെ കാര്യം. അല്ലെങ്കിൽ കാറ്റ് വരുന്നതും പോകുന്നതിന്റെ ഉത്ഭവം നമുക്കറിയാത്തതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചും വേദപുസ്തകത്തെ വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അദൃശ്യനായ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് ദൃശ്യമായ ഫലങ്ങൾ കാണുവാൻ കഴിയും. അദൃശ്യനായ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൃശ്യമായ രീതിയിൽ നമുക്ക് ഫലങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. മറ്റൊന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരുത്തനിൽ വരുമ്പോൾ ഹല്ലേലൂയ അവരുണ്ടാകുന്ന വ്യതിയാനം മറ്റുള്ളവർ ഹല്ലേലൂയ അത് തിരിച്ചറിയും. അത് എന്നെ കേൾക്കുന്ന പ്രശ്നീയത പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ നിന്നിൽ വരുന്ന മാറ്റത്തെയാണ് ജനം കാണുന്നത്. മിസ്രയീമിൽ വെട്ടുക്കിളിയെ ദൈവം അയച്ചപ്പോൾ മിസ്രയീമിൽ വന്ന കഠിനമായ ബാധ, മിസ്രയീമിൽ ഉണ്ടായിരുന്ന സകല വൃക്ഷജാതികളും സസ്യാദികളും പച്ചവൃക്ഷങ്ങളടക്കം സകല സസ്യാദികളും അതിന്റെ ഫലങ്ങളും ഇലകളും എല്ലാം വെട്ടുക്കിളി തിന്ന് തീർത്ത് ദൈവിക ന്യായവിധി ഇവിടെ നടന്നതുപോലെ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നിന്റെ മേൽ വരുമ്പോൾ ദൈവവചനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്നിൽ വരുന്ന മാറ്റങ്ങളെ ലോകം തിരിച്ചറിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വേണം. അതുകൊണ്ട് സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും നാം വീണ്ടും ജന്മം പ്രാപിക്കണമെന്ന് ദൈവം നിക്കോദീമോസിനോട് പറയാൻ കാരണമായത്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളാണ്
അല്ലെ? പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അല്ലെ? ആത്മാവിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 33:6 യെഹെസ്കേലിന്റെ പുസ്തകം 37:9 ഒക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ താഴ്വരിയിൽ അല്ലെ കൂട്ടമായി കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികൾ, അല്ലേ? അപ്പൊ ഈ യെഹെസ്കേലിനോട് ഈ അസ്ഥികൾ ജീവിക്കുമോ? അല്ലേ? അപ്പൊ യെഹെസ്കേലിനോട് ദൈവം ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവം അറിയുന്നു. പക്ഷേ യെഹെസ്കേലിനോട് അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ യെഹെസ്കേൽ അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ ദൈവം ഒരു കാറ്റയച്ചു. അല്ലേ? ആ കാറ്റ് വന്ന് സകലത്തിന് പേര് വീണ് കഴിഞ്ഞപ്പോഴേക്ക് അസ്ഥിയോട് മാംസത്തോട് ചേർന്ന് അലേരിയ അവര് സൈന്യമായി എഴുന്നേറ്റെന്ന അവിടെ ഒരു കാറ്റിന്റെ പ്രാധാന്യം. അതെ, ഇവിടെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടും. പരിശുദ്ധാത്മാവാകുന്ന കാറ്റും ദൈവവചനവും നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം, ഗലാത്യ ലേഖനം 5:22 വായിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, അല്ലെങ്കിൽ വിശ്വസ്ത, അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങൾ നിന്നെ വെളിപ്പെടും. അപ്പം ഇവിടെ ഇതെല്ലാം ദൈവമാണ് നമുക്ക് തരുന്നത്. മനുഷ്യനെ ഭൂമി നിർമ്മിച്ചിട്ട് അനാഥനായി വിട്ടിട്ടില്ല. മനുഷ്യനൊരു രാജാവുണ്ട്, രാജാവുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചത് തന്നെ. യേശു പറഞ്ഞു അത് ഞാൻ തന്നെയാ. അത് നമ്മുടെ കർത്താവാണ്, രാജാവും കർത്താവുമായവൻ, താൻ മാത്രം അവർത്തിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവനുമായ അല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നീ വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലേലൂയ, സ്തോത്രം. വചനത്താൽ വീണ്ടും ജന്മം പ്രാപിക്കണം. ആത്മാവിന്റെ ഫലം നിന്നിൽ വന്നു കഴിയുമ്പോൾ ലോകം നിന്നെ തിരിച്ചറിയും, ലോകം നിന്റെ മാറ്റത്തെ കാണും. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ലോകത്തിൽ ജീവിച്ച് നിങ്ങൾ നിരാശരായി മരിക്കരുത്. സ്തോത്രം. ഇന്ന് നമുക്കറിയാം, ഈ ഭൂമി ജീവിക്കുന്ന നല്ലൊരു കൂട്ടം ജനത്തിനും നിരാശയാണ്, സങ്കടമാണ്. എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കാര്യങ്ങൾ നടത്തും, എങ്ങനെ മക്കളെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കും, ജിംബജീവിനെ എങ്ങനെ, കുടുംബം എങ്ങനെ പോറ്റും എന്നൊക്കെയുള്ള അനവധി ചിന്തകൾ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യനൊന്നിനൊരു മറുപടി കിട്ടാതെ അലയുമ്പോൾ അല്ലേലൂയ, ദൈവാത്മാവ് പറയുന്നത് നീ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നെങ്കിൽ അല്ലേലൂയ, ആത്മാവിന്റെ ഫലങ്ങളാൽ ദൈവം നിന്നെ നിറച്ച് നിന്റെ കഷ്ടതകൾക്കൊരു മാറ്റം തരും. അല്ലേലൂയ. ഫറവോന്റെ ഹൃദയം കഠിനമാകും തോറും ദൈവം ബാധകളെ അയച്ച് അവസാനം ഇസ്രായേലത്തെ മിസ്രയീമിൽ നിന്ന് ദൈവം വിടുവിച്ച് അവരെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്ന ദൈവം, അത് നിന്നിലും ദൈവം പ്രവർത്തിക്കും. നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും. നിന്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കും. നീ എന്നും ഇങ്ങനെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ എന്നും ഇങ്ങനെ കഷ്ടതയിലൂടെ, സങ്കടത്തിലൂടെ, കണ്ണുനീരിലൂടെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിനകത്ത് സമൃദ്ധിയുടെ അനുഭവത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആദ്യം കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ, അവനെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ ദൈവികമായി ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. ദൈവികമായ ജ്ഞാനം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ ദൈവികമായ ജ്ഞാനം നിന്നെ ആനുദിനം നടത്തിക്കൊണ്ടിരിക്കും. നിന്റെ പരാജയങ്ങളെ മുഴുവൻ ദൈവം തമ്പുരാൻ മാറ്റിത്തരുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഓരോ രാജ്യങ്ങൾക്കും ഹല്ലേലൂയ ഭരണാധിപന്മാരുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ഹല്ലേലൂയ, നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയില്, ലോക രാജ്യങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങൾക്കും ഭരണാധിപന്മാരുണ്ട്. ആ രാജ്യത്തെ നയിക്കുന്ന ലീഡർമാർ, ചിലയിടത്ത് രാജാക്കന്മാരുണ്ട്, രാജ്ഞിമാർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ രാജ്യത്ത് മാത്രമേ അധികാരമുള്ളൂ. അവരുടെ രാജ്യത്ത് അവർക്ക് പരമാധികാരമാണ്. ലോകരാഷ്ട്രങ്ങളുടെ മേൽ അധികാരമില്ല, ലോക ജനത്തിന്മേൽ അധികാരമില്ല. എന്നാൽ കർത്താവായിരിക്കുന്ന രാജാവായിരിക്കുന്ന നമ്മുടെ യേശുവിന് ലോകമെമ്പാടുമുള്ള ജനത്തിന്മേൽ പരമാധികാരമുണ്ട്. ലോകമെമ്പാടുമുള്ള ജനത്തിന്റെ രാജാവാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം എത്ര കഴിവുകെട്ട മനുഷ്യരെയും കഴിവുള്ളവനാക്കി മാറ്റുവാൻ, എത്ര പ്രാപ്തിയില്ലാത്തവനെയും പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ, യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയാണെങ്കിലും അവനെ വിദ്യാസമ്പന്നനാക്കി, അവനെ ജീവിതത്തിൽ ജ്ഞാനമുള്ളവനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് വായിച്ച വചനത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടും.
കാരണം ദൈവം അവയ്ക്ക് കൊടുത്ത ജ്ഞാനമാണ്. ലരിയ അങ്ങനെ അണിയണിയായി പുറപ്പെടാൻ കാരണം. സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കി, വെട്ടുക്കിളിയെ പോലും കരങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം, വെട്ടുക്കിളിക്ക് പോലും കൂട്ടം തെറ്റാതെ പറക്കുവാൻ ഒന്നിച്ച് പറന്ന് ഈ നിര തേടാൻ കഴിയും വിധത്തിൽ ദൈവം അവയ്ക്ക് വേണ്ടുന്ന ബുദ്ധിയും ശക്തിയും ജ്ഞാനവും കൊടുത്തതുപോലെ ദൈവത്താൻ വീണ്ടെടുക്കപ്പെടണം ദൈവജനത്തിന് ആത്മാവിന്റെ ഫലങ്ങളാൽ നിറച്ച് ലോകത്തിന്റെ പാപങ്ങളെ വിടുവിച്ചു കഴിയുമ്പോൾ നാം എത്ര ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അത് യോഹന്നാന്റെ ലേഖനം 3:1 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, പിതാവ് യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുക. ലോകം നിന്റെ കണ്ണുനീര് തുടയ്ക്കത്തില്ല. അപ്പൊ മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്നിരുന്ന ഇസ്രായേലിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഫറവോന്റെ സൈന്യങ്ങൾക്കോ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവർ ആദ്യദിനം ചുട്ടുകട്ട പിടിച്ച് കഷ്ടപ്പെടുക ചെളിമണ്ണിൽ പണിയുന്നവരാണ്. ഉറ്റവരും ഉടയിലും ഒക്കെ ഓരോ ദിവസവും മിസ്രൈമെ ഫറവോന്റെ സൈന്യത്തിന്റെ മർദ്ദനങ്ങൾ കൊണ്ട് മരിച്ചു വീഴുകയാണ്. അവർ സ്വസ്ഥതയില്ലാതെ നിലവിളിക്കുക. ആ സമയത്താണ് ദൈവം മോശയെ അയക്കുന്നത്. മോശയെ അയക്കുന്തോറും, മോശയിലൂടെ ദൈവത്തിനോടെ വെളിപ്പെടുത്തും തോറും ഫറവോന്റെ ഹൃദയം കഠിനമായി കഴിഞ്ഞപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ വെട്ടുക്കിളിയെ അയക്കുമെന്ന്. നമ്മൾ പുറപ്പാട് 10:11 വായിച്ചത്. വെട്ടുക്കിളി ചെന്ന് മിസ്രൈം ദേശത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, അത് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്രാജനത്തെ പുറത്തു കൊണ്ടുവന്ന പോലെ നീ കടന്നു പോകുന്ന കഷ്ടതയിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക, വ്യക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന് പോലെ കാറ്റ് വെട്ടുക്കിളികളെ നടത്തുന്നു, പരിശുദ്ധാത്മാവ് വിശ്വാസികളെ നടത്തുന്നു. അല്ലേ? അപ്പം കാറ്റാണ്, കാറ്റിന്റെ ദിശ നോക്കിയാണ് ഈ വെട്ടുക്കിളി പറക്കുന്നത്. അല്ലേ? കാറ്റ് എങ്ങോട്ട് അടിക്കുന്നു അങ്ങോട്ട് വെട്ടുക്കിളി പറന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ കാറ്റ് ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിന് ഇതിനല്ല പുതിയ നിയമത്തിൽ. അപ്പം പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നമ്മുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ ദൈവം നമ്മെ നടത്തും. വിശ്വാസികളെ ചെവികൾ പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിന് ചായ്ക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരായിരിക്കും. നമ്മുടെ ചെവികൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ കാറ്റിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കും കാണുന്നത് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്ന് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഫിലിപ്പോസും ഐക്യപ്പേക്കാനായിരിക്കുന്ന ഷണ്ഡനെ കുറിച്ച് നമുക്കറിയാം. ഷണ്ഡൻ യെരൂശലേമിൽ ഉത്സവത്തിന് പെരുന്നാളിന് വന്ന് മടങ്ങുമ്പോൾ താൻ ഒരുപക്ഷെ അവിടെ നിന്ന് വാങ്ങിയ ബൈബിളായിരിക്കാം. ആ ബൈബിൾ തേരിലിരുന്ന് വായിച്ചു പോകുമ്പോഴാണ് അവനത് മനസ്സിലാകാതെ വരുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ തേരിനോട് ചേർത്ത് നടത്തുന്നതും. ഫിലിപ്പോസിന് നീ വായിക്കുന്നവർക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ അവൻ ക്ഷണം പറയാം, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ അവൻ മനസ്സിലാകും? അങ്ങനെ ഫിലിപ്പോസും തേരിൽ കയറിയിരുന്ന സ്തോത്രം ഷണ്ണൻ വായിച്ച ദൈവവചന ഭാഗം എന്താണ്? അറുക്കുവാൾ ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയിൽ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസ് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ച് ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവരോട് യേശുവിനെ കുറിച്ച് സംഭാഷിച്ചു. അല്ലേ? അങ്ങനെ ഇരുവരും വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഷണ്ഡൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഷണ്ഡൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴാണ് ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുവന്ന് ഷണ്ഡൻ സന്തോഷിച്ചുകൊണ്ട് പോയെന്നവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചെവി ചായച്ചു കൊടുക്കണം.
നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മെ വിട്ടുകൊടുക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. മക്കളെ, ഇന്ന് അനുബോധി സഭകളും പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാതെ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പറയുന്ന അനുബോധി കൂട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. അവർക്കൊന്നും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാൻ കഴിയത്തില്ല, മാനിക്കാനും കഴിയത്തില്ല. യഥാർത്ഥമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ, ആത്മാവിനാൽ ജനിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ വരുമ്പോഴാണ് നമ്മൾ ദൈവ സാന്നിധ്യം ശരിച്ച് അനുഭവിച്ചറിയുന്നതും ദൈവികമായ ജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെടുന്നതും ആത്മാവിൻ്റെ ഐക്യതയിൽ നമ്മൾ നടക്കാൻ കഴിയുന്നതെല്ലാം ആത്മാവിൽ നമ്മൾ ജനിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൽ ജനിക്കുമ്പോഴാണ്. പ്രൈസോ ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കണം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് ബന്ധിച്ച് പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ സകല സത്യത്തിന് നമ്മെ വഴി നടത്തുമെന്ന ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിനും വഴി നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ വഴി സകലവും സത്യം നിറഞ്ഞതാ. വ്യാജമായതിലേക്ക് പോകാതെ, വ്യാജമായ ഉപദേശങ്ങളിലേക്ക് പോകാതെ, ദുരുപദേശങ്ങളിലേക്ക് പോകാതെ, ദൈവത്തിന് അകറ്റിക്കളയുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ പരിശുദ്ധാത്മാവ് നിന്നെ സകല സത്യത്തിനും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവികമായ ജ്ഞാനം പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു വലിയ വെട്ടുക്കിളി കൂട്ടത്തെ പോലെ ദൈവം തന്റെ സഭയെ മാനിക്കുക, ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. അറിയാം, മിസ്രൈമിൽ വെട്ടുക്കിളി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ന്യായവിധി നടന്നേ. ലോകമെമ്പാട് ദൈവജനം ആത്മാവിൽ നിറയപ്പെട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആരാധിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ സഭകളിൽ, നമ്മുടെ വ്യക്തികളിൽ, വിശ്വാസികളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വലിയ കൂട്ടം ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ സാധ്യതയാണ്. അങ്ങനെ കാലഘട്ടത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുവരുന്നേ. ഇതൊരു ഉണർവിന്റെ കാലഘട്ടമാണ്. ഉണർവിനെ ദൈവം അയക്കാൻ പോകുന്നു. ലോകരാജ്യങ്ങളിൽ ഉണർവ് അയക്കാൻ പോവുകയാണ്. കൂട്ടമായ ജനം ദൈവത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. സഭകൾക്കകത്ത് വിശാലത ദൈവം തരാൻ പോവുക. നമ്മുടെ ഞെരുക്കത്തെ ദൈവം വിശാലമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതിനെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ശൂന്യതയെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ, പാഴും ഭൂരഹിതവുമായിരുന്ന ഭൂമിയെ ഇന്ന് നാം കാണുന്നത് പോലെ ഈ വൃക്ഷലതാദികൾ കൊണ്ട് ഇത്രമാത്രം മനോഹരമായി അലങ്കരിച്ചു നിർത്തുവാൻ നമ്മുടെ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കണം. 1, 2 ഭൂമി പാഴും ശൂന്യമായിരുന്നു. ചില പരിഭാഷകൾ ഭൂമി പാഴും ഭൂരഹിതമായിരുന്നു എന്നാ. ഹല്ലേലൂയ. അങ്ങനെ പാഴും ശൂന്യമായിരുന്ന ഭൂമിയാണ് ഇന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഈ പ്രകൃതി രമണീയമായ പച്ചവൃക്ഷങ്ങൾ കൊണ്ട്, പച്ചവൃക്ഷ ലതാദികൾ കൊണ്ട്, സസ്യങ്ങൾ കൊണ്ട്, ചെടികൾ കൊണ്ട്, ഹല്ലേലൂയ, ഈ ഭൂമിയെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുന്നു. അപ്പം ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതാണ്! അതെ, ആ ദൈവമാണ് വെട്ടുക്കിളിക്കും നേതൃത്വം കൊടുത്തത്. വെട്ടുക്കിളിയുടെ ചിറകുകൾ തമ്മിൽ കാലിൽ അടിക്കുമ്പോൾ കാലിലുണ്ടാകുന്ന ശബ്ദം മുഖാന്തരം വെട്ടുക്കിളികൾ എന്ത് ചെയ്യുന്നു? ഐക്യതയോടെ പറക്കുന്നു. ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് കൂട്ടായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ, അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ, സ്തോത്രം, ദൈവസഭയിൽ ഐക്യതയോടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മിസ്രൈമിൽ വെട്ടുക്കിളി ബാധ വന്നതുപോലെ, വെട്ടുക്കിളി ന്യായവിധി നടത്തി പോലെ ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ ദേശത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ദൈവസഭ ആത്മാവിൽ ഉണരട്ടെ, ദൈവസഭ ആത്മാവിലേക്ക് മടങ്ങി വരട്ടെ, വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് ദൈവവചനത്തിന് അടിസ്ഥാനമായ ദൈവവചനത്തെ അടിസ്ഥാനത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമാണമനുസരിച്ച് ജീവിക്കുന്നതിന് മേലാണ് ദൈവം തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവേ, സ്വർഗീയ കാറ്റായ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുവാൻ വേണ്ടി ഹല്ലേലൂയ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്വർഗീയ ആത്മാവായിരിക്കും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ നിങ്ങളെ വഴി നടത്താൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരി അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗിക്കാറുണ്ട്.
യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും കൂടെ യേശുവിനെ കാണാൻ വന്നപ്പോൾ അല്ലേരിയ അവിടേക്ക് ഇരിക്കുന്ന വലയോ അമ്മ 12:47 ചോദിക്കുമ്പോൾ ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ എൻ്റെ അമ്മയാർ എൻ്റെ സഹോദരനാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരെതിരെ കൈനീട്ടിയിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരി അമ്മയുമാകും. അതേപോലെ സ്നേഹിത, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ ദൈവം കഴിച്ചു എൻ്റെ അമ്മയും സഹോദരന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കണം. പ്രൈസലോ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം സദൃശ്യമാക്കി മലരുയ 30-ാം അധ്യായം അതിന് 27-ാം വാക്യമാണ്. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടും. എത്ര ഐക്യതയാണ്, എത്ര സാഹോദര്യത്തിനുമാണ് അല്ലേ. ഒന്നും പിരിഞ്ഞു പോകാതെ ചിതറിപ്പോകാതെ എല്ലാം ഒരേ ദിശയിലൂടെ, കാറ്റിൻ്റെ ദിശയിലൂടെ ഒരുപോലെ പറക്കാൻ കഴിയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നാം പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഐക്യതയിൽ സ്നേഹത്താൽ ഒന്നിച്ച് ചിതറിപ്പോകാതെ കൂട്ടം തെറ്റാതെ അല്ലേരിയ നാം ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിൽ നിന്റെ മക്കളിലും നിന്റെ ശുശ്രൂഷയിലും ജീവിതത്തിലും നീ കടന്നു പോകുന്ന ജോലിയിൽ നിന്റെ ബിസിനസ് കൃഷി എല്ലാം മേഖലയിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, വ്യക്തം ചെയ്യും. അത് കണ്ണുകൾ അടച്ചാട്ട് ആരെങ്കിലും നിരാശപ്പെട്ട് ദുഃഖിച്ച് കണ്ണുനീട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നീ ആത്മാവിനാൽ നിറയപ്പെടണം. ആത്മാവിനാൽ നിറയപ്പെട്ട് യേശുവിനെ നീ രാജാവ് ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനതലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണം, ഏതാണ്ട് സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയെ, സകല ജനത്തെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികളൊക്കെ BSF, CRP ോടൊക്കെയുള്ള ക്രമസമാധാന പാല നിയമ നിർമ്മാണ രംഗത്ത് എല്ലാ രഹസ്യാന്വേഷണം, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും കർത്താവേ, കടലോരവാസികൾ, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന ആഴക്കടലിൽ മീൻ പിടിക്കുന്നവർ, തീരദേശവാസികളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കൈകളിലും കമ്പനിയും ഫാക്ടറിയും ജോലി ചെറുതും വലുതും എല്ലാ വ്യാപാരി, വ്യവസായം, വഴിയോര കച്ചവടക്കാരെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയും സഹകരണമേഖലയും പൊതുമേഖല, ആരോഗ്യ മേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ യൂഡി രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെയും, എല്ലാ വാഹനങ്ങളും സെയിൽസ് ചെയ്യുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാടത്തും പറമ്പിലും കോറിയിലും മണ്ണിലൂടെ കല്ലിലൂടെ ഒക്കെ പണിയെടുക്കുന്ന നിരവധി ജീവിതങ്ങൾ കർത്താവേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാർത്തയിൽ, തടവരായിരിക്കുന്ന മദ്യത്തിനും മയക്കും ശേഖരിക്കാൻ വേണ്ടി കടിമപ്പെട്ട് കിടക്കുന്ന പാപജീവിതം നയിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിന്റെ വിടുതലായികൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ. യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ, യേശു ക്രിസ്തുവിനെ രാജാവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ഐക്യത ജീവിക്കുവാൻ, ആത്മാവിൽ പരിശുദ്ധാത്മാവ് ജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബം തകർന്ന്, കുടുംബജീവൻ തകർന്ന്, ജീവിതം തകർന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിരാശപ്പെട്ട് കടബാധിൽ, സാമ്പത്തിക അമിതമായ മാരകമായ രോഗത്താൽ, വിധമായ ശാപത്തിന്റെ കെട്ടിൽ ബന്ധനങ്ങളെപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ഇതുപോലെ വിടിവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും പോയി കഷ്ടസഹി മണരാളിൽ വേദന, വിദേശത്ത് വിസ നഷ്ടപ്പെട്ടവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സാലറി കിട്ടാതെ നാട്ടിൽ കിടന്ന് വേദനയാതെ ഭാരപ്പെടും, വിദേശ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ, വിദേശത്ത് ജോലി കഷ്ടസഹിന്റെ സൗകര്യമാണ് വേദന അനുഭവിക്കുന്നവരെ എന്റെ ഓർക്കുകയാണ്. കർത്താവിന്റെ വേലയുമായി കടന്നുപോയി ദൈവത്തിന്റെ നാശമാരെ അവരുടെ കുടുംബങ്ങളെ തലമുറ ഓടുന്നു. മദ്യപാനത്തിന് വെറുക്കൂത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന സകല ജീവിതം, ലഹരിക്കടിമകളായിരിക്കുന്നവരെ, മാനസികവാശുവിലും മെന്റൽ ഹോസ്പിറ്റൽ കിടക്കുന്ന അതിരാലും വൃത്തിയുടെ വശം എല്ലാം ഹോസ്പിറ്റലിൽ അതേ പ്രാപിക്കുന്നവരെ അപ്പം ഞാൻ ഓർത്ത് പ്രാർത്ഥന സഞ്ചരിക്കുക. വിധേയപ്പെട്ട് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, ഹല്ലേലൂയ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരെ, ഹല്ലേലൂയ, സോദരൻ എല്ലാം ദൈവങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വളരെ പ്രതിസന്ധികളുടെ അണയിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനത്തിനും ആശ്വാസദായകരായിരിക്കും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് കർത്താവ് ജനത്തെ സമാധാനത്തിൽ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.